ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്ന VP സത്യന്റെ ആത്മഹത്യാ വാർത്ത മലയാളികൾ ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് താൻ ജീവിതം അവസാനിപ്പിക്കുന്നത് എന്നാണ് സത്യൻ തന്നെ സൂയിസൈഡ് നോട്ടിൽ എഴുതിയിരുന്നത്. ഒരു ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടിയിലൂടെ കടന്നു പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഭാവിയിൽ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ 3 പ്രധാന ഫിനാൻഷ്യൽ ഗോളുകൾ എത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്യേണ്ടതാണ്. ഏതാണ് 3 ഫിനാൻഷ്യൽ ഗോളുകൾ എന്നും അവ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നും നമുക്ക് നോക്കാം. ആദ്യത്തെ ഫിനാൻഷ്യൽ ഗോൾ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നാണ്. 75% ഇന്ത്യക്കാർക്കും ഒരു എമർജൻസി ഫണ്ട് ഇല്ലെന്നാണ് ഒരു സർവേയിൽ തെളിഞ്ഞത്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി ജോലി നഷ്ടമായാൽ അവർ EMI അടയ്ക്കുന്നത് മുടങ്ങിയേക്കും. ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുന്നതിനായി നിങ്ങൾ ഇനി പറയുന്ന 4 കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ 6 മാസത്തെ ശമ്പളം ഒരു എമർജൻസി ഫണ്ടിനായി മാറ്റിവെക്കുക. ഇതിനായി ഒരു ബാങ്ക് FD തുടങ്ങാം. 6 മാസത്തെ ശമ്പളത്തോളം വരുന്ന പണം കയ്യിലില്ലേ? പേടിക്കണ്ട. ആ ടാർഗറ്റ് എമൗണ്ട് എത്തുന്നത് വരെ എല്ലാ മാസവും ഒരു നിശ്ചിത തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. വളരെ അത്യാവശ്യമായ ഘട്ടങ്ങളിൽ മാത്രമേ എമർജൻസി ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ പാടുള്ളൂ. അതായത് കാർ ബ്രേക്ക് ഡൗൺ ആവുക, നിങ്ങളുടെ ജോലി നഷ്ടമാവുക, വീടിൻ്റെ റൂഫിൽ ചോർച്ച ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു വൻ തുക ഹോസ്പിറ്റൽ ബില്ലായി അടയ്ക്കേണ്ടി വരിക എന്നിങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മാത്രം. നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് എമർജൻസി ഫണ്ടിൽ നിന്നും പണം വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് പിന്നീട് മറക്കാതെ തിരിച്ചടയ്ക്കുക. രണ്ടാമത്തെ ഫിനാൻഷ്യൽ ഗോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും എടുക്കുക എന്നതാണ്. ഇന്ത്യക്കാരുടെ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 11.35% വർധനവാണ് ഉണ്ടായത്. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കണം. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ തിരഞ്ഞെടുക്കുമ്പോൾ ഇനി പറയുന്ന 7 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. 1. ഓപ്റ്റ് ഫോർ ദ റൈറ്റ് കവറേജ്. നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കെയർ, ഔട്ട് പേഷ്യൻറ്റ് സർവീസസ്, ക്രിട്ടിക്കൽ ഇൽനെസ് കവറേജ് എന്നീ 4 കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. സെക്കൻഡ് വൺ, പ്രിഫർ ഫാമിലി ഫ്ലോട്ടർ പ്ലാൻസ്. ഒരു ഫാമിലി ഫ്ലോട്ടർ പ്ലാൻ എടുക്കുകയാണെങ്കിൽ ഒരൊറ്റ പോളിസിയിൽ തന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മുഴുവൻ കവറേജ് കിട്ടുന്നതാണ്. തേർഡ് വൺ, ചൂസ് എ റൈറ്റ് സം ഇൻഷുർഡ് എമൗണ്ട്. സം ഇൻഷുർഡ് എമൗണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര തുകയുടെ സാമ്പത്തിക പരിരക്ഷ കിട്ടുമെന്നതാണ്. അതുകൊണ്ട് തന്നെ ആ എമൗണ്ട് ആലോചിച്ച് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഫോർത്ത് വൺ, ഓപ്റ്റ് ഫോർ എ പ്ലാൻ വിത്ത് ലൈഫ് ടൈം റിന്യൂവബിലിറ്റി. നിങ്ങൾക്ക് പ്രായമേറുന്നതിനനുസരിച്ച് കൂടെ മെഡിക്കൽ കെയർ ആവശ്യമായി വരും. അതിനാൽ ലൈഫ് ടൈം റിന്യൂവബിലിറ്റി ഫീച്ചർ ഉള്ള പ്ലാൻ തിരഞ്ഞെടുക്കുക. ഫിഫ്ത്ത് വൺ, ലുക്ക് ഫോർ ഹൈ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ. ഇൻഷുറൻസ് കമ്പനിക്ക് ഉയർന്ന ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഉണ്ടെന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് ക്ലെയിം പ്രോസസ്സ് ചെയ്യുന്നതിൽ ഇൻഷുറൻസ് കമ്പനിക്കുള്ള കാര്യക്ഷമതയും വിശ്വാസ്യതയുമാണ് കാണിക്കുന്നത്. സിക്സ്ത് വൺ, ലുക്ക് ഫോർ പ്ലാൻസ് വിത്ത് ലോവർ PED വെയിറ്റിംഗ് പീരീഡ്. കുറഞ്ഞ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ്സ് ഉള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കുക. അതല്ലെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസിന് ഒരു നിശ്ചിത കാലത്തിന് ശേഷം കവറേജ് തരുന്ന പ്ലാനുകൾ നോക്കുക. സെവൻത് വൺ, ചെക്ക് ഫോർ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്ലാൻ ഹോസ്പിറ്റലുകളുടെ ഒരു വലിയ നെറ്റ്വർക്ക് കവർ ചെയ്യുന്നതാണെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് വിശ്വാസമുള്ളതും താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ളതുമായ ഹോസ്പിറ്റലുകൾ ഉണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് അവിചാരിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ ഡിപ്പെൻഡൻസിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഒരു ടേം ഇൻഷുറൻസ് നിർബന്ധമായും എടുത്തിരിക്കണമെന്ന് പറയുന്നത്. കഴിഞ്ഞ 2 വർഷത്തിൽ ഇന്ത്യയിൽ ടേം ഇൻഷുറൻസ് എടുത്ത സ്ത്രീകളുടെ എണ്ണത്തിൽ 80% വർധനവാണ് ഉണ്ടായത്. എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം ആളുകൾ ടേം ഇൻഷുറൻസ് എടുക്കുന്നത്? സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഒരു മരണം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ലൈഫ് ഇൻഷുറൻസ് പ്രൊഡക്റ്റാണ് ടേം ഇൻഷുറൻസ്. പക്ഷേ പരമ്പരാഗത ലൈഫ് ഇൻഷുറൻസ് പോളിസികളുമായി കമ്പയർ ചെയ്യുമ്പോൾ ടേം ഇൻഷുറൻസ് പ്ലാനുകൾ കുറഞ്ഞ പ്രീമിയത്തിന് ഉയർന്ന കവറേജ് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ടേം ഇൻഷുറൻസ് ഇന്ത്യക്കാരുടെ ഇടയിൽ ഇത്ര പോപ്പുലറായി മാറാൻ കാരണവും. ഇനി പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ കണക്കിലെടുത്തതിന് ശേഷം മാത്രമേ ഒരു ടേം ഇൻഷുറൻസ് എടുക്കാവൂ. 1. നിങ്ങളുടെ കറണ്ട് ഇൻകം. 2. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആനുവൽ എക്സ്പെൻസ്. 3. കൊടുത്തു തീർക്കാനുള്ള കടങ്ങൾ. 4. ഭാവിയിലെ ബാധ്യതകൾ. മറ്റൊരു പ്രധാന കാര്യം, നിങ്ങളുടെ നിലവിലുള്ള വരുമാനത്തിൻ്റെ 15 മുതൽ 20 ടൈംസ് എങ്കിലും ആയിരിക്കണം നിങ്ങളുടെ ടേം ഇൻഷുറൻസ് പോളിസിയുടെ കവർ എമൗണ്ട്. മൂന്നാമത്തെ ഫിനാൻഷ്യൽ ഗോൾ നിങ്ങളുടെ കടങ്ങൾ കുറയ്ക്കുകയാണ്. ഇന്ത്യൻ വീടുകളിലെ കടങ്ങൾ 1970-ന് ശേഷമുള്ള 2ാമത്തെ ഉയർന്ന ലെവലിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് BBC ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി പറയാൻ പോകുന്ന 3 ടിപ്സ് ട്രൈ ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കടങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളുടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലോൺ ഏറ്റവും അധികം ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ഒരു ലോണാണ്. ആ ലോൺ ആദ്യം അടച്ചു തീർക്കുമ്പോൾ നിങ്ങളുടെ മൊത്തത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റും കടങ്ങളും കുറയും. ഇലക്ട്രിസിറ്റി ബിൽ, മൊബൈൽ ബിൽ തുടങ്ങിയവ ലാസ്റ്റ് ഡേറ്റും കഴിഞ്ഞ് ഫൈനോട് കൂടിയാണ് അടയ്ക്കാറുള്ളത്. ആ ശീലം ഇന്ന് തന്നെ നിർത്തേണ്ടതാണ്. ബില്ലുകൾ കൃത്യസമയത്ത് അടയ്ക്കുന്നതിനായി നിങ്ങളുടെ UPI ആപ്പിൽ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യാവുന്നതാണ്. മാസം അടയ്ക്കേണ്ട ബില്ലുകൾക്ക് ഒരു ഓട്ടോ ഡെബിറ്റ് സെറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന കൂട്ടത്തിലാണോ നിങ്ങൾ? മില്ലേനിയൽസിനും ജെൻസികളുടെയും ഇടയിൽ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് മുടങ്ങുന്നത് കൂടി വരുന്നതായാണ് സർവേകൾ കാണിക്കുന്നത്.
കടക്കെണിയിൽ പെടാതിരിക്കാൻ ക്രെഡിറ്റ് കാർഡ് അത്യാവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിന്റെ 30% കൂടുതൽ ഉപയോഗിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വീഡിയോ ഡിസ്കസ് ചെയ്ത 3 പ്രധാന ഫിനാൻഷ്യൽ ഗോളുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുമല്ലോ.